മുണ്ടക്കൈ കുഞ്ചിരിമട്ടത്തായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പിന്നെ പൊട്ടി വരുന്ന കണ്ടിട്ട് ഓടി 10 ഏക്കറയിൽ റിസോർട്ടിൽ പോയിട്ടിരുന്നു. അങ്ങനെ നേരം വെളുപ്പിച്ച് നോക്കുമ്പോഴത്തേനും മൊത്തം നിരത്തി പോയിട്ട് വീടും ആളുകളെയൊക്കെ നിരത്തി പോയി. ആ പ്രസവം എൻ്റെ മോനാണ്. എത്ര വയസ്സുണ്ടായിരുന്നു? 42 വയസ്സ്. പിന്നെ മരുമോൾക്ക് 38 വയസ്സ്. എൻ്റെ പേരക്കുട്ടി 14 വയസ്സ്. 3 എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ എവിടെ താമസിക്കുന്നിട്ട്? ഇപ്പൊ ഞങ്ങള് ടൗൺഷിപ്പിൽ അവന്തികയ്ക്ക് വീട് കിട്ടിയിട്ട് ആ വീട്ടിൽ ഞങ്ങള് താമസിക്കുകയാണ്. അവന്തിക എൻ്റെ കൂടെ. കൊച്ചുകൂടെ എങ്ങനെയുണ്ട്? പൈസ ഒക്കെ കിട്ടുന്നുണ്ടാണ്, സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്? സർക്കാർ സഹായം നല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിക്കുന്നത്. വീട്ടിൽ കയറി കിടക്കാൻ പറ്റുന്നുണ്ട്. കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് അവന്തിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാരും കൂടിയിട്ട് മോളെ നോക്കിയിട്ട് ഞാൻ അവിടുത്തെ അതേ പ്രദേശത്തുള്ളവരാണ്. പ്രക്ഷോഭ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. 1 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവർ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് ഏരിയയിലുള്ളവർ തന്നെയാണ്. നമ്മൾ മുണ്ടക്കൈ കുഞ്ചിരിമട്ടത്തുള്ളവർ തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാ ഫാമിലിയും ഒക്കെ നഷ്ടപ്പെട്ടവർ തന്നെയാണ്. നമ്മളൊരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നവരാണ്. ജീവിതം മാത്രം, സ്വന്തം ജീവിതം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. 1 മുതൽ 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും. നിങ്ങളുടെ വീടൊക്കെ നശിച്ചത്? നമ്മളെ വീട്ടിൽ മുട്ടോളം ചളിയേറി. ഇവരെ അമ്മയുടെ മോള് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ അവിടേക്കാണ് അഭയം തേടി അന്ന് പോയത്. പിന്നെ അവിടെ ഞങ്ങൾ ശ്രീവാലി റിസോർട്ടിലേക്കാണ് ഞങ്ങൾ അന്ന് മാറിപ്പോയത്. ഡേഞ്ചർ തന്നെയായിരുന്നു. എൻ്റെ കാലം ഒരു ഭാഗം മണ്ണിൽ ചെളിയിൽ കുടുങ്ങി കാലൊക്കെ വലിച്ച് അങ്ങനെയാണ് പോയത്. പിന്നെ അച്ഛനും അമ്മയും രാത്രി അവിടെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെയാണ് അവരെ ഞങ്ങൾ മാറ്റിയത്. ഏതിൽ കൂടെ പോകേണ്ടത് ഞങ്ങൾക്കന്ന് അറിയുന്നില്ല. ഫുൾ കാണുന്ന വഴികളൊക്കെ ഫുൾ ബ്ലോക്കായിരുന്നു. അവിടെയൊക്കെ കൊടിനാരിക്ക് നമ്മൾ രക്ഷപ്പെട്ടത് തന്നെയാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള വീടുത്തെ 2 ചേട്ടന്മാരാണ് പോയത്. വിജയബാലന് പിന്നെ രാമസ്വാമി പറഞ്ഞവർ. ഇവർ എസ്റ്റേറ്റ് കോട്ടേഴ്സിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. പ്രക്ഷോഭം അപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല? ഞങ്ങളവിടെ വേറെ ആയിരുന്നു. മോൻ പാടിയിലായിരുന്നു, ഞങ്ങൾ സ്വന്തം വീട്ടിലായിരുന്നു. വീട്ടിൽ നിങ്ങൾ റിസോർട്ടിലേക്ക് മാറിയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് റിസോർട്ടിലേക്ക് ഓടി കഴിച്ചില്ലായതാണ്. മോന് പാടിയിലായിരുന്നു. നിങ്ങളൊക്കെ വീടൊക്കെ പോയോ? വീടൊന്നും പോയിട്ടില്ല. നമ്മളതിൻ്റെ ഒരു കൂട്ടുന്നതിൻ്റെ തലേന്ന് തന്നെ അവിടുന്ന് പോയി. ഇപ്പൊ താമസം ഇപ്പോൾ വാടക താമസിക്കുന്നു. വാടക കിട്ടുന്നുണ്ട്. ഇതിനെപ്പറ്റി അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല. അല്ല, വീട് കിട്ടിയില്ലേ? ഇല്ല, വീടും കിട്ടിയില്ല. ഇപ്പം കൊടുത്തിട്ടുണ്ട് ലിസ്റ്റില്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞൊഴിവാക്കിയ ആളുകളുടെ കൂട്ടത്തിലുള്ള അങ്ങനെ തന്നെയാ. അവരെന്താ പറയുന്നത്? ഇതപ്പോൾ വരും, ഇത് വന്നും കൊണ്ടിരിക്കും. ഇപ്പോൾ വരും, അടുത്ത ലിസ്റ്റിൽ വരും, പിന്നെ വരും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ മുണ്ടക്കൈയിൽ തറയിട്ട് വെട്ടലൊക്കെ അടിച്ചു വെച്ചിട്ട് പിന്നെ വീട് തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ ഉരുളോട്ടുണ്ടെന്ന് രാത്രി ഞങ്ങൾ പാടിയിലായിരുന്നു. അന്ന് പിന്നെ ഓടിയപ്പോഴേക്ക് ഇത്ര വെള്ളത്തിലും ചാടിയാൽ. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഇതുവരെ വീടും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. നമ്മൾ എല്ലാ ലിസ്റ്റും കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. തറയിൽ കൊടുത്ത ഫോട്ടോ, പിന്നെ 5 സെന്റ് സ്ഥലത്തിൻ്റെ നെയ്സിട്ട്, പിന്നെ 2 ലക്ഷം ലൈഫിൽ പാസ്സായതാ വീട്. അതൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് ഇതുവരെ നമുക്ക് വീടൊന്നും കിട്ടിയില്ല. എന്താണ് അവർ പറയുന്നത്? പറഞ്ഞത് അപ്പോൾ ലിസ്റ്റിൽ വരും. എപ്പോഴും പറയുന്നുണ്ട് 50 ആളെ പേര് ഇനിയും വരുന്നത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ സർക്കാരിന്റെ കോട്ടേഴ്സ് ബത്തൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ ആ ബത്ത കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വാടകല്ല. സർക്കാരിന്റെ വീടായതുകൊണ്ട് വാടകയില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നപ്പോ? 9,000 കൊണ്ട് അങ്ങനെ നമുക്ക് 2 മാസം ബത്ത കിട്ടി. പിന്നെ എന്താണെന്നറിയില്ല, കിട്ടുന്നില്ല. 2 മാസം കിട്ടിയുള്ളൂ. പിന്നെ എന്താണെന്നറിയില്ല, ആരെങ്കിലും ഇടപെട്ടോ ഒന്നും അറിയില്ല നമുക്ക്. ജോലിയൊക്കെ ഉണ്ടോ? ആരുണ്ട് വീട്ടിൽ? എന്താ പറയുന്നത്? ഒരു വീടും തരുന്നില്ല. നമ്മളെന്ത് പറയാൻ? അവർക്ക് ലിസ്റ്റില് വരും എന്നെല്ലാം പറഞ്ഞു. മുമ്പേ ഞങ്ങളോട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു, എല്ലാം കൊടുത്തു. വില്ലേജ് ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കെല്ലാം വീട് കൊടുക്കാൻ. നമുക്ക് വഴിയില്ല ഇപ്പം പോവാൻ. അവിടെ താമസിക്കാൻ പറ്റും, പക്ഷെങ്കിൽ വഴിയില്ല പോവാൻ. മഴക്കാലത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ മേപ്പാടിയിൽ താമസിക്കാം. ഞങ്ങൾക്ക് വാടക തരുന്നുണ്ട്. അപ്പോൾ അതാണ്.
വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ഈ ഒരു വീടില്ലായ്മ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീട് അത്ര അതേമാതിരി ഇവർക്കൊന്നും വീടില്ലല്ലോ. കുറേ ആൾക്കാർക്കുണ്ട് വീടില്ലാതെ. അർഹരായ ആൾക്കും വീട് കിട്ടിയില്ല ശരിക്ക്. അതാണ് നോക്കാം. ഞാൻ തറട്ടിന്റെ അപ്പുറം എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രമല്ല. അമ്മയുടെ വീടിന്റെ അപ്പുറത്തും എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രമല്ല. തറയിട്ട് വെട്ടലും അടിച്ച് വെച്ച് നമ്മളെല്ലാം ചെയ്തിട്ടും നമുക്ക് മാത്രമല്ല. നമ്മൾ കുറേ പരാതി കൊടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നവരെ ഞാൻ ചെയ്യുകയും ചെയ്യും. കാരണം എനിക്ക് വേറെ വീടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ പിന്നെ സർക്കാർ ഒഴിയാൻ പറഞ്ഞാൽ ഞാൻ എവിടെ പോകും? അതുവരെ ഞാൻ പറഞ്ഞു എടുത്ത് ഞാൻ നിങ്ങൾ വീട് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് വേറെ വഴിയേ ഇല്ല. ഞാനൊരു മോനുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ആത്മഹത്യ ചെയ്യില്ല, വേറെ വഴിയില്ല. ഒന്നുമല്ല, എല്ലാം ശരിയാണ്. അല്ല അങ്ങനെ അത്ര വരെ എത്തിക്കണം നമുക്ക്. കാരണം ഈ 9,000 കൊണ്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ഇപ്പോഴത്തെ സാധനത്തിന്റെ വിലയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും. പൊട്ടിയൊന്ന് ഞാൻ ഇത്രയും വെള്ളത്തിൽ പോയില്ല. രാത്രി ഞാൻ നീച്ചതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ 84 ഒരു വെള്ളം വരെ ഉണ്ടായിരുന്നു. 84 ഒരു ഉരുൾപൊട്ടിയില്ലായിരുന്നു. അന്നത്തെ മഴയായിരുന്നു ഒന്ന് പെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ആ പാടിയിൽ ഞാനും എൻ്റെ മോനും അപ്പുറത്തെ ഒരു റൂമിൽ ഒരാളുണ്ടായിട്ടുണ്ട്. ഞാൻ പറയും എവിടേക്കാ ദൈവമേ നമ്മൾ ഓടുക എന്ന് പറഞ്ഞ് എനിക്ക് കൈവച്ച് ഞാൻ കരയായിരുന്നു രാത്രി. അപ്പോഴാണ് പൊട്ടി വന്നത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. ബാത്റൂമിൽ പോയതാ. പൊട്ടി വന്ന് കണ്ടപ്പോഴാണ് ഞാൻ എടുത്ത് ചാടിയതിലാണ് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. റോഡൊക്കെ കഴിഞ്ഞിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. മോളല്ലേ ജോലി സ്കൂളിൻ്റെ അവിടെ കെട്ടിച്ച് വരുമാനം പോയി. വരുമാനം മോളും പഞ്ചായത്തിന്റെ 3 പേര് പോയി. കുടുംബത്തിലെ ആൾക്കാരൊക്കെ എല്ലാവരും അച്ഛനമ്മയൊക്കെ അവർ വേറെ താമസിക്കുന്നു. ഇവർ സ്കൂളിൽ അങ്ങോട്ടേക്കാണ് കെട്ടിച്ചത്. അവിടെ നിന്നാണ് സംഭവിച്ചത്. 2 മോനുണ്ടായിരുന്നു. മൂത്ത മോൻ 2 ദിവസം മുന്നേ ചെന്നൈയിൽ പഠിക്കാൻ പോയി. അവര് വേറെ സ്ഥലത്തായിരുന്നു അല്ലേ? എൻ്റെ വീട് നെടുമ്പാലേ, ഇവിടെ അടുത്തന്നെ മേപ്പാടി. ഒന്നും ചെയ്ത എന്തൊക്കെ നഷ്ടം വന്നാലും നിങ്ങൾക്ക്? ഞങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ട് മൊത്തം പോയി. അത് ഇതുവരെ ഒന്നും ചെയ്തു തന്നില്ല സർക്കാർ. അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഞങ്ങൾ മെയിൻ റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു സർക്കാരിൻ്റെ ഒരു ഫ്രണ്ട് മൊത്തം അടിഞ്ഞു പോയി. ഞാൻ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ആള്. ഇപ്പോഴും അങ്ങനെ തന്നെ വന്നാൽ നിങ്ങൾ ഈ പട്ടികയിലൊന്നും ഉൾപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാ പട്ടികയിൽ നമ്മളെ ഒരുത്തന് മാത്രമേ വീട് കിട്ടുള്ളൂ. മകനൊക്കെ മാത്രം, മൂത്തവൻ്റെ മോന്. ബാക്കി ആർക്കൊന്നും കിട്ടൂല. ആർക്കൊന്നും കിട്ടില്ല. ജീവിക്കാനുള്ള മാർഗങ്ങളോ ഒന്നുമില്ല. ഒന്നും സർക്കാർ ഒരു പൈസ നമുക്ക് തന്നിട്ടില്ല. അതുപോലെ എൻ്റെ മോനാ മരിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് ഒരു പൈസയും തന്നിട്ടില്ല ഇതുവരെ. ഒരാൾക്കേ കിട്ടുള്ളൂ അല്ലേ? ഒരാൾക്കാ കിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതം പിടിയില്ല. ഈ കച്ചവടക്കാർക്കൊക്കെ ഇത് തന്നെ പറ്റിയിരിക്കുന്നില്ല. ഒരു ഉപജീവന മാർഗം ഒന്നുമില്ല. അവിടെ ചൂരമല കച്ചവടക്കാർക്ക് ഒരു മാർഗമില്ല. അവിടെ ഒന്നും കിട്ടാനുമില്ല. ഒത്തിരി കെട്ടിടങ്ങളൊക്കെ പോയി ഒരുപാട് സ്ഥലം പോയി, കെട്ടിടം പോയി, എല്ലാം പോയി. നിങ്ങളൊക്കെ എവിടെ താമസിച്ചത്? ഞാൻ ചൂരൽമലയായിരുന്നു. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? വീടൊക്കെ പരിപൂർണമായിട്ട് പോയി. ഞങ്ങൾക്ക് അവിടുന്ന് രാത്രി ഒരു ഏറക്ക് പോകണം തോന്നി അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. പക്ഷെ ഞങ്ങൾ രാത്രി അവിടെ കടക്കാണെന്നുവെച്ചെങ്കിൽ ഞങ്ങൾ ഉണ്ടാവില്ല, പോയിട്ടുണ്ടാവും. എന്തോ ഒരു ദൈവാധീനം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടാണ്. അവിടുന്ന് രാത്രി പോന്നിട്ട് മകളെ വീട്ടിലവിടെ കൂടി. ഇപ്പോൾ ടൗൺഷിപ്പിൽ വീട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 15-ാം നമ്പർ വീടാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ 3 മാസമായി. 3 മാസം ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ ചായക്കടയിൽ ചായ വാരുന്ന ഒരാളായിരുന്നു. പിന്നെ ഇത് പോയിന്റ് ദിവസം പിന്നെ ഒരു ജോലിക്ക് ഇതുവരെ പോയിട്ടില്ല. ഇനി കൽപ്പറ്റ പോയിട്ട് എന്തെങ്കിലും ജോലിക്ക് ഏർപ്പെടണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇല്ലേ, വർഷങ്ങളായിട്ടൊരു അനിശ്ചിതത്വമായിരുന്നു. എന്ത് ചെയ്യണം എന്നും അതെ ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഭാര്യ പിന്നെ നേരത്തെ അവൾ കുഴഞ്ഞു വീണ് മരിച്ച്. കാരണം ഇത് ദുരന്തം ബാധിച്ചതിൻ്റെ ശേഷമാണ് അവള് ഇതിൻ്റെ ഫീലിംഗ് കൊണ്ട് അവൾക്ക് അസുഖം കൂടുതലായി. ഹാർട്ട് അറ്റാക്കിൻ്റെ അസുഖം വരുന്നു. പിന്നെ മകനൊരു 5-6 കൊല്ലം മുന്നേ ഹാർട്ട് അറ്റാക്കായിട്ട് അവൻ മരിച്ച്. പിന്നെ ഇപ്പം ഞാൻ ഒറ്റക്കുള്ളൂ. ഞാനും മകൻ്റെ കുട്ടികളുടെ ഒപ്പം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ എവിടെ താമസം? ഇപ്പോൾ മേപ്പാടി നെടുമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുക. സർക്കാരിന്റെ വീട് കിട്ടിയില്ല? വീട് നമ്മൾ 2ാമത്തെ ഫേസ് 2 എയിലാണ്. അപ്പോൾ 2ാമത്തേൽ കിട്ടും. ഇനിയിപ്പോൾ അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു ജോലി? എന്താ ചെയ്തിരുന്നത്? ജോലി കൂലിപ്പണിയാണ്. കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വായ്പയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? വായ്പ ഉണ്ടായിരുന്നു. ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ
ഗോൾഡ് ലോണ്, അങ്ങനെ വാഹനത്തിന്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ലോണുകളാണ്. അതൊക്കെ എന്തായാലും അത് തള്ളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോണിന്റെ കാര്യത്തിൽ ബാങ്കിൽ നിന്ന് ഇതുവരെ ഒരു വിളിയോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടനെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മന്ത്രി, നമ്മളെ സിദ്ദീഖ് മന്ത്രി ഒക്കെ പറഞ്ഞത്. പക്ഷെ എന്താണെന്നുള്ളത് ഒന്നും കൃത്യമായിട്ടുള്ളതൊന്നും നമുക്ക് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നോട്ടീസൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് ഞാൻ ചോദിച്ചാണ് 2-3 വട്ടം. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒന്നും അടയ്ക്കൊന്നും വേണ്ട, അപ്പോൾ അങ്ങനെ എഴുതി തള്ളാനുള്ളൊരു ഇതുണ്ടല്ലോ ഗവൺമെന്റിന്റെ. അപ്പോൾ അത് തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതി തള്ളും എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇതുവരെ അതിന് പിന്നെ കളക്ടറേറ്റിൽ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അദാലത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ നമ്മളെ പേരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താണ് വിവരം എന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് ആളുകൾ ഇതൊക്കെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ ഉള്ള ഗോൾഡൊക്കെ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടു. പക്ഷെ ഇപ്പോഴും കിട്ടാത്തവരുണ്ട്. കിട്ടാത്തവരുണ്ട്. എന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്ത് ജോലി ചെയ്താ ചെയ്യുന്നത്? ഇപ്പോഴും കൂലിപ്പണി തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. കൂലിപ്പണി തന്നെയാണ്. പിന്നെ വീട് ലഭിക്കും എന്നുള്ള വീട് എന്തായാലും കിട്ടുന്ന ഉറപ്പുണ്ട്. വീട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. താമസിക്കുന്നുണ്ട്. പിന്നെ വാടക കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇതുവരെ വാടക ഒന്നും മുടങ്ങിയിട്ടില്ല. പിന്നെ 9,000 അത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 1,000 രൂപയുടെ കൂപ്പൺ കിട്ടുന്നുണ്ട് മാസം. ഇതുവരെ മുടക്കങ്ങളൊന്നും ഈ മാസം വരെ വന്നിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് നടന്നുണ്ട്. ഞാൻ മുണ്ടക്കൈ. വീട് കിട്ടിയോ? കേസ് മണ്ണ് കിട്ടി. എന്താ ജോലി? എന്താ ജോലി കൂലിപ്പണിയായിരുന്നു. കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ട്. അതിന്റെ സാഹചര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ റിസോർട്ടുകളിലാണ് നിന്നത്. ഇപ്പോൾ വെള്ളാടി മണ്ണിടിച്ചിലൊക്കെ വന്നതിന് ശേഷം റിസോർട്ടുകളൊക്കെ പൂട്ടിയിരിക്കും. അതുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈ വായ്പകളോ? ബാങ്കിലുണ്ട്. സ്വർണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അവര് വിളിച്ചിട്ടില്ല. വിളിക്കാന്ന് പറഞ്ഞ അദാലത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ അദാലത്ത് വെച്ചിട്ടില്ല. പക്ഷെ ഒരു തീരുമാനം പൂർണ്ണമായി വന്നിട്ടില്ല. നമ്മളിങ്ങനെ വരും ആശ്രയിക്കുന്നുള്ളൂ. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ 2019 ഉരുൾപൊട്ടിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. 19 അന്ന് ആ ഉരുൾപൊട്ടലിന് ശേഷം ഈ പുനരധിവാസത്തിൽ വലിയ പകപ്പുഴകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇടപെട്ടിരുന്ന സമരങ്ങളും കാര്യങ്ങളൊക്കെ ജനശബ്ദ ആക്ഷൻ കൗൺസിലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല രീതിയിൽ പോയിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ആളുകളെ സർക്കാരിൻ്റെ തന്ത്രമായിരിക്കാം, ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഭജിച്ചു ദുരന്തബാധിതരെ. ഫേസ് 1 ആളുകൾക്ക് 178 ആളുകൾക്ക് ഇവർ പുനരധിവാസം നൽകി. ബാക്കിയുള്ള ആളുകൾ നിൽക്കുകയാണ്, ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇനി എന്നാവും ഈ പുനരധിവാസം അറിയില്ല. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ അപകടാവസ്ഥയിൽ നിന്ന് ഗവൺമെൻറ് മാറ്റി താമസിപ്പിച്ച ഒട്ടനവധി ആളുകൾ ഇനി പുനരധിവാസ ലിസ്റ്റിൽ വരാനുണ്ട്. ആ ലിസ്റ്റിൽ പോലും പെടുത്തിയിട്ടില്ല. അതിനിടയിലാണ് ഈ ലോൺ എഴുതിത്തള്ളാന്ന് പറഞ്ഞത്. ഈ 3 വാർഡുകളിൽ 10, 11, 12 വാർഡുകളിൽ പൂർണ്ണമായിട്ടുള്ള ആളുകളുടെ ലോൺ എഴുതിത്തള്ളാന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു മൃതഭൂമിയാണിത്. മൃതഭൂമിയാണ്. ജീവിതങ്ങളൊക്കെ, മോഹങ്ങളൊക്കെ അസ്തമിച്ച ആളുകളുടെ ഇനി പ്രതീക്ഷകളില്ല. അപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ ലോൺ എഴുതണം. ഇതൊന്നും ആയിട്ടില്ല. പുനരധിവാസം പകുതിയിലായി നിൽക്കുക. കുറച്ച് ആളുകളെ പുനരധിവസം അത് തന്നെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് തന്നെ 2 ഡിവൈഡാക്കി ആളുകളെ. ദുരന്തബാധിതരെ ഫേസ് 1 ആക്കി അവർക്ക് ആദ്യം പുനരധിവാസം നൽകി. അത് ഇലക്ഷനായിരുന്നല്ലോ. ഇലക്ഷന് മുൻപ് എങ്ങനെയെങ്കിലും ഇത് ഞങ്ങൾ പുനരധിവാസം സാധ്യമാക്കി എന്ന് പറയണമെന്ന് കരുതിയിട്ട് കുറച്ച് ആളുകൾക്ക് പുനരധിവാസം സാധ്യമാക്കി 178 ആളുകളെ വീണ്ടും ആളുകൾ നിൽക്കുക. 402 ആളുകളെ പുനരധിവസിക്കുക. അന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പോയ പണി ഇപ്പോൾ എഴയുവാണ്. സെപ്റ്റംബറിലും കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. ഇനിയിപ്പോൾ ഒരു 6 മാസത്തിനും അവിടെ പുനരധിവാസം സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും അതിൽ പോകുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. പണി പൂർണ്ണമായിട്ടും നിലച്ച കുറച്ച് അന്നുള്ളതിൻ്റെ മാൻ പവറിൽ ഒരു 10-1 ആളുകളൊന്നും അവിടെ ഉള്ളൂ. പണി അങ്ങനെ ഇഴഞ്ഞു നീങ്ങി. എന്നിത് സാധ്യമാവുന്ന. അത് മാത്രമല്ല, ഇപ്പം ഇവർ പറഞ്ഞാൽ ഇനിയും ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഒരുപാട് ആളുകളുണ്ട്, അർഹരായിട്ടുള്ള ആളുകൾ. ഈ മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത് വർക്കൗട്ട് ആയിട്ടില്ല അല്ലേ? മൈക്രോ പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ല. മൈക്രോ പ്ലാനും ഇവർക്ക് തോന്നിയ, നിങ്ങൾക്കറിയാം, ഈ ദുരന്തബാധിതർക്ക് കുടുംബശ്രീ മിഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു അഴിമതി വയനാട്ടിൽ നടന്നത്. ഉദ്യോഗസ്ഥർ ഇതുപോലെ ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദുരന്തബാധിതർ പൂർണ്ണമായിട്ടും ചില ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ എന്നാലും ഇതിനിടയിലും എന്താ പറയുക, ക്ഷീരമുള്ളവർ അകടിയും ചൂട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ ചിലർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മൈക്രോ പ്ലാൻ പോലും പൂർണ്ണമായിട്ടും ആളുകൾക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സംഘടന. വായ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പൊക്കെ ലഭിക്കുന്നുണ്ടോ? ഇതെപ്പം ഞങ്ങൾ ഈ വായ്പയുടെ കാര്യമായിട്ട് ആദ്യം ഞങ്ങൾ റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ മാനേജറെ മുതൽ അങ്ങനെ എല്ലാ ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ലീഡ് ബാങ്കിൻ്റെ ആളുകൾ എല്ലാവരും കണ്ടിരുന്നു. അവരൊക്കെ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും ഇത് മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളാൻ ചാൻസ് ഇല്ല. അങ്ങനെ എഴുതിത്തള്ളുകയാണെങ്കിൽ ഇന്ത്യയിൽ
എവിടെ ഇതുപോലെ ഡിസാസ്റ്റർ ഉണ്ടാകണം എഴുത്തള്ളി. അതുകൊണ്ട് അവർക്ക് അത് സാധ്യമല്ല. ഞങ്ങൾ പലിശ 7 കോടി രൂപ വരും പലിശ ഇവിടെ മൊത്തം ആളുകൾ. അത് ഞങ്ങൾ എഴുതിത്തള്ളാൻ തയ്യാറാണ്. ബാങ്കുകൾ പറഞ്ഞാൽ ഞങ്ങളോട്. ബാക്കി ഗവൺമെൻറ്റിന് ഇപ്പോൾ ഈ പണം ലഭിച്ചിട്ടുണ്ടല്ലോ 750 ആ എഴുതിത്തള്ളുന്ന ആ കിട്ടിയ പണത്തിൽ നിന്ന് ബാക്കി മുതൽ അത് തിരിച്ചടയ്ക്കാനുള്ള പണം എഴുതിത്തള്ളുക, പലിശ ഞങ്ങൾ എഴുതിത്തള്ളാന്ന് പറഞ്ഞു. ഗവൺമെൻറ് അത് എഴുതിത്തള്ളിയില്ല എന്നുള്ളതാണ് സത്യം. ഗവൺമെൻറ് അതിന് തയ്യാറായിട്ടില്ല. കാരണം ഈ പലിശ 7 കോടി രൂപയോളം ബാങ്കുകൾ എഴുതിത്തള്ളാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ് അതിന് തയ്യാറല്ല. ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ടും എന്താണെന്ന് അറിയില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഇക്കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. എനിക്ക് ദുരന്തത്തിൽ നഷ്ടമായത് എൻ്റെ ചേച്ചി, പിന്നെ എൻ്റെ ചേച്ചിൻ്റെ 2 മക്കൾ, അവരുടെ ഭർത്താവ്, 4 പേരും എനിക്ക് നഷ്ടമായിട്ടുണ്ട്. എനിക്ക് വേറെ ആരും ഇല്ല. എനിക്ക് അവരെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മേൻ്റെ വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി വന്നപ്പോൾ ചേച്ചിക്ക് ആ വീട് അങ്ങോട്ട് ചേച്ചി കൊടുത്തു. ചേച്ചി അവിടെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ 4 പേരും പോയി. ഇപ്പോൾ ഞാൻ അനാഥയായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ആരും ഇല്ല. ഇപ്പം ഞാൻ ഈ ഗവൺമെൻറ്റിൽ പോയിട്ട് എല്ലാ ഇതും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾ കല്യാണം കഴിച്ച് അന്യ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ എന്താ അവകാശം ഇല്ല എന്നാണ് അവർ പറയുന്നത്. കുറേ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞങ്ങളത് വിട്ടു. ഇനി വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളതിനെ വിട്ടു. പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ല ഇതിനെ സഹായിക്കാൻ. ഇതിന് എന്താ ചെയ്യേണ്ടത്, ഇതിന് കാര്യങ്ങൾ എന്തിനും എങ്ങനെ മുന്നോട്ട് പോകണം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ആരോട് പറയണം എന്താണെന്നൊന്നും അറിയില്ല. എവിടെ താമസിച്ചിരുന്നു? നിങ്ങളുടെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു? ചേച്ചിൻ്റെ കൂടെ അല്ല, ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് ദേവാലയിലാണ്. അവരുടെ വേറെ ആരും അവകാശികളായിട്ടില്ല? ചേച്ചിന്റെ വീട്ടില്, പിന്നെ ചേച്ചിനെ കെട്ടിക്കുടിച്ച് കൊടുത്ത വീട്ടില് ആളുകളെല്ലാവരും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും വേണ്ട, നീ എന്നെ എല്ലാം വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഫാമിലി മെമ്പർ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ ലീഗൽ സർട്ടിഫിക്കറ്റിന് ഞാൻ നടന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അത് കിട്ടൂല, അവരുടെ വീട്ടിലേക്കാണ് അത് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ അവര് നടന്നു നോക്കിയിട്ട് അവർക്കും കിട്ടിയില്ല. അവർക്കും കിട്ടുന്നില്ല. അവർക്കും കിട്ടിയിട്ടില്ല. ഈ 2 വർഷമായിട്ട് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. നിങ്ങളുടെ വീട്, അവരുടെ വീടൊക്കെ ഫുള്ളാ പോയി. ഇപ്പൊ വീട് ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. എന്റെ അമ്മേന്റെ വീടായിരുന്നു, അതും ഇല്ല ഞങ്ങൾക്ക്. തറവാടും ഇല്ല. ഇപ്പൊ വാടക കിട്ടിയില്ല, വാടക കിട്ടിയില്ല. പിന്നെ മരണത്തിന്റെ അടയാളം കണ്ടത്, DNA ടെസ്റ്റ് എടുത്തത്, എല്ലാത്തിനും അവർ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വേണമായിരുന്നു. എല്ലാത്തിനും ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഈ ഇത് പോയി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല പറയുന്നുണ്ട്. അപ്പൊ DNA-ക്ക് ഞങ്ങൾ വേണം, പക്ഷെ മറ്റേ അവകാശങ്ങൾക്ക് ഞങ്ങൾ വേണ്ടാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവർക്ക് എന്ത് ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്റെ കൂടെ പറഞ്ഞതല്ല, എന്റെ ചേച്ചിയല്ലത്, എന്റെ രക്തമല്ലേ, എന്റെ അമ്മേന്റെ വീടല്ല, എന്റെ തറവാടല്ലത്. അപ്പൊ എനിക്ക് അതിൽ അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്താ സാർ? അത് കളക്ടറൊക്കെ എന്താ പറയുന്നത്? കളക്ടറടുത്ത് ഞാൻ പോയിട്ടില്ല. ഇവിടെ ഈ വില്ലേജ് ഓഫീസറിലൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞ ലീഗൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടൂല. അവർ ഉടനെ ഒരു ബുക്ക് എടുത്തിട്ട് വായിച്ചിട്ട് പറയണം ഇതിന് നിങ്ങൾക്ക് കിട്ടാനുള്ള നിയമമല്ല എന്നാണ് പറയുന്നത്. എവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.